ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്രീമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതേപോലത്തെ ഡബ്ബകളില്ലേ, അപ്പോൾ നമ്മളത് വേസ്റ്റിൽ കളയാലേ ചെയ്യാറ്. അപ്പോൾ ആ ഡബ്ബ വെച്ചിട്ടുള്ളൊരു അടിപൊളി യൂസ്ഫുൾ ഐഡിയ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞിട്ടുള്ള ഡബ്ബകൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾക്ക് എടുക്കാം. ഇതേപോലെ ഇങ്ങനത്തെ ക്രീമിൻ്റെ തന്നെ വേണമെന്നില്ല, എങ്ങനത്തെ ഡബ്ബയായാലും എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നോർമൽ ഫെവിക്കോളാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. കുറച്ചിട്ടിട്ട് ഇതേപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുൾ എല്ലാ ഭാഗത്തും അങ്ങോട്ട് ഗ്ലൂ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ എല്ലാ സൈഡിലോട്ടും ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് എക്സെല്ലാണ് കേട്ടോ. എക്സെൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അതിൽ മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാം. അതിന് ശേഷം ആ എക്സെൽ ഇങ്ങനെയൊന്ന് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതധികം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ പൊട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ ക്യാപ്പിലും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതായത് ഫുള്ളായിട്ട് നമ്മളിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ക്യാപ്പിലും എല്ലാ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് വൈറ്റ് പെയിൻറ്റർ ഇതേപോലെ ഒരു സ്പോഞ്ചിലെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ എക്സെല്ലിന് ചിലപ്പോൾ ഒരു ഡിം കളറൊക്കെ ആയിരിക്കും, അപ്പോൾ നല്ല വൈറ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡെക്കോപേജ് ടിഷ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡെക്കോപേജ് ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളിത് ഹോം മെയ്ഡ് ഡെക്കോപേജ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഡെക്കോപേജ് ഇല്ലെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാം ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ ടിഷ്യൂ ഇതേപോലെ ബ്രഷ് നനച്ച് ഇങ്ങനെ കീറിയെടുക്കാം കേട്ടോ, ആവശ്യമുള്ള ഡിസൈൻസൊക്കെ. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഡിസൈൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നനച്ച് കൊടുത്തെടുത്താലും മതി കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസൈൻസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആ ബോട്ടിലുമേ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പെയിൻറ്റുമ്മലാണ് ഇത് പൊട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്ലൂ ആവശ്യമില്ല കേട്ടോ, അത് എന്തുകൊണ്ടാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡിസൈൻസൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ കുറച്ച് എക്സെല്ലും കാണണം, ഫുൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം നമ്മളുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് മോഡ് പോച്ച് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് കേട്ടോ. നമ്മൾ ഡെക്കോപേജ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു ഗ്ലേസിങ്ങിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ബ്രഷ് കൊണ്ടാക്കി കൊടുത്താൽ ഒട്ടും കൂടിയും ചെയ്യും കേട്ടോ. ഈ ഗ്ലൂ ഇല്ലെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫെവിക്കോളും ഒരല്പം ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഉണക്കിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വർക്ക് നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കി, ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ നമ്മുടെ ക്രീമിൻ്റെ ബോക്സ് ആണെന്ന്? ഇത് നമുക്കിതാ ഇതേപോലെ ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബോക്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇട്ടിട്ട് അതങ്ങനെ ഗിഫ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെക്കോപേജ് ടിഷ്യൂസ് ഒന്നുമില്ല, ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലെന്തെങ്കിലും പെയിൻ്റ് ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. ജ്വല്ലറി ബോക്സ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കൊടുത്തൊരു ആൻറ്റിക് ലുക്കിൽ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ അങ്ങനത്തെയൊക്കെ തീമുകളൊക്കെ കളറ് ജസ്റ്റ് ഇതിന് മുകളിൽ ഒന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോഴും ഒട്ടും മനസ്സിലാവില്ല ഇത് ബോക്സ് ആണെന്ന് കേട്ടോ. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ക്രീമിൻ്റെ ബോട്ടിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അതുപോലെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്